നമസ്കാരം. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖലിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയും മുൻ തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ ഷാജഹാൻ ഷെയ്ഖിന്റെ തടവറയിലെ ജീവിതം നിയമം കയ്യിലെടുക്കുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പായി മാറുകയാണ്. ഒരു കാലത്ത് സന്ദേശ് ഖലി എന്ന പ്രദേശത്തെ അപ്രഖ്യാപിത രാജാവായി വാണിരുന്ന, സ്വന്തം ഗുണ്ടാപ്പടയെ ഉപയോഗിച്ച് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരുന്ന ഒരു ഏകാധിപതി ഇന്ന് തീഹാർ ജയിലിന്റെ 4 ചുവരുകൾക്കുള്ളിൽ സർവ്വപ്രതാപവും നഷ്ടപ്പെട്ട് കഴിയുകയാണ്. കേന്ദ്ര ഏജൻസികളെപ്പോലും വെല്ലുവിളിക്കാൻ മടിക്കാതിരുന്ന അയാൾക്ക് ഇന്ന് കോടതികളിൽ നിന്നും നിയമവ്യവസ്ഥയിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. 2024 ജനുവരി ആദ്യവാരത്തിലാണ് റേഷൻ വിതരണ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടിൽ റെയ്ഡ് നടത്താൻ എത്തിയ ED ഉദ്യോഗസ്ഥരെ ഇയാളുടെ അനുയായികൾ ക്രൂരമായി ആക്രമിക്കുന്നത്. 3 ED ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അവരുടെ വാഹനങ്ങൾ വ്യാപകമായി തകർക്കപ്പെടുകയും ചെയ്തു. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് നേരെ സംസ്ഥാന ഭരണകക്ഷിയുടെ നേതാവിൻ്റെ ഒത്താശയോടെ നടന്ന ഈ ആക്രമണം രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഈ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഷാജഹാനെ പിടികൂടാൻ പശ്ചിമ ബംഗാൾ പോലീസിന് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറന്നു. ഒടുവിൽ 55 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഫെബ്രുവരി അവസാനത്തോടെയാണ് ഇയാൾ അറസ്റ്റിലാകുന്നത്. അറസ്റ്റിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഷാജഹാന്റെ അറസ്റ്റോടെ സന്ദേശ് ഖലിയിലെ സാധാരണക്കാരായ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ക്രൂരമായ പീഡനങ്ങളുടെ കഥകളാണ് പുറത്തു വന്നത്. സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുക, പാവപ്പെട്ട കർഷകരുടെ ഭൂമി വ്യാജരേഖ ചമച്ചും ഭീഷണിപ്പെടുത്തിയും തട്ടിയെടുക്കുക, മത്സ്യബന്ധന മേഖലകൾ കൈയടക്കുക തുടങ്ങി നിരവധി ഗുരുതരമായ ആരോപണങ്ങൾക്കാണ് ഇയാൾക്കെതിരെ ഉയർന്നു വന്നത്. EDക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പുറമെ ഈ കേസുകളിലും കൽക്കട്ട ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI അന്വേഷണം ഏറ്റെടുത്തു. ഇതോടെ ഷാജഹാൻ ഷെയ്ഖിന്റെ മേലുള്ള നിയമക്കുരുക്ക് കൂടുതൽ മുറുകുകയായിരുന്നു. ഒരു കാലത്ത് ആഡംബര വാഹനങ്ങളിലും 100 കണക്കിന് അനുയായികളുടെ അകമ്പടിയോടെയും മാത്രം സഞ്ചരിച്ചിരുന്ന ഷാജഹാന് ഇന്ന് ജയിലിൽ കടുത്ത നിയന്ത്രണങ്ങളോടെയുള്ള ജീവിതമാണ് നയിക്കേണ്ടി വരുന്നത്. കോടതികൾ ഇയാളുടെ ജാമ്യാപേക്ഷകൾ നിരന്തരം തള്ളിക്കളയുകയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിന് പുറമെ പഴയ കൊലപാതക കേസുകളിലും ഭൂമി കയ്യേറ്റ കേസുകളിലും കേന്ദ്ര ഏജൻസികൾ ഇയാളെയും ഇയാളുടെ അടുത്ത അനുയായികളെയും നിരന്തരം ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ജയിൽ മോചിതനാകാൻ ഇയാൾ നടത്തിയ ശ്രമങ്ങളെല്ലാം നിയമവ്യവസ്ഥയുടെ കർശന നിലപാടുകൾക്ക് മുന്നിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അധികാരവും രാഷ്ട്രീയ പിന്തുണയും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് കരുതിയിരുന്ന ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള നേതാവിൻ്റെ പൂർണ്ണമായ തകർച്ചയാണ് ഈ സംഭവത്തിലൂടെ രാജ്യം കണ്ടത്. സന്ദേശ് ഖലിയിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചിരുന്ന ഭയത്തിൻ്റെ അന്തരീക്ഷം മാറി അവർ ഇന്ന് സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങിയത് ഷാജഹാന്റെ ജയിൽവാസത്തോടെയാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും ഭരണകൂടത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ മറവിൽ നടത്തുന്ന അക്രമങ്ങൾക്ക് ഒടുവിൽ വലിയ വില നൽകേണ്ടി വരുമെന്നുമുള്ള സന്ദേശമാണ് ഷാജഹാൻ ഷെയ്ഖിൻ്റെ ഇപ്പോഴത്തെ തടവറ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. ഷാജഹാൻ ഷെയ്ഖ് എന്ന തൃണമൂൽ നേതാവ് ഇന്ന് നേരിടുന്ന നിയമപരമായ തിരിച്ചടികളും തടവറയിലെ ദുരിതങ്ങളും തിരുവനന്തപുരത്ത് കേന്ദ്ര ഏജൻസികൾക്ക് നേരെ കയ്യേറ്റം നടത്തിയ CPM പ്രവർത്തകർക്കും ഉണ്ടാകുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഇന്ത്യൻ ഭരണഘടനയും നിയമവ്യവസ്ഥയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നൽകുന്ന സംരക്ഷണവും അധികാരങ്ങളും പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ സംരക്ഷണത്തിൻ്റെ തണലിൽ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതുന്നവർക്ക് ഒടുവിൽ സമാനമായ തിരിച്ചടികൾ തന്നെയായിരിക്കും കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമാകും. ഒരു സംസ്ഥാനത്ത് ഭരണകക്ഷിയുടെയോ പ്രതിപക്ഷ കക്ഷിയുടെയോ പിന്തുണയുണ്ട് എന്നതുകൊണ്ട് മാത്രം കേന്ദ്ര ഏജൻസികളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനോ അവരെ കായികമായി നേരിടാനോ ആർക്കും അവകാശമില്ലെന്ന് ഇന്ത്യൻ നിയമങ്ങൾ അടിവരയിടുന്നു. കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയോ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് അത്യന്തം ഗൗരവമേറിയ കൃത്യമായിട്ടാണ് ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളും മറ്റ് പ്രത്യേക നിയമങ്ങളും കണക്കാക്കുന്നത്. പൊതുസേവകരുടെ ഔദ്യോഗിക പദവിയെ വെല്ലുവിളിക്കുകയും അവർക്ക് നേരെ കായിക ബലം പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ കേസ് കേവലം ഒരു പ്രാദേശിക ക്രമസമാധാന പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് വളരുന്നു. തിരുവനന്തപുരത്തുണ്ടായ സംഭവത്തിലും EDക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടവർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി മുന്നോട്ട് പോകുവാൻ കേന്ദ്ര ഏജൻസികൾക്ക് പൂർണ്ണമായ അധികാരമുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടി ഉണ്ടാക്കാത്ത പക്ഷം കേസ് CBI പോലെയുള്ള മറ്റ് ഉയർന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറാൻ കോടതികളോട് ആവശ്യപ്പെടാൻ EDക്ക് സാധിക്കും. സന്ദേശ് ഖലിയിലും സംസ്ഥാന പോലീസ് ആദ്യം മടിച്ചു നിന്നപ്പോൾ കൽക്കട്ട ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടാണ് കേസ് CBIക്ക് വിട്ടതും പ്രതികളെ തുറങ്കലിൽ അടച്ചതും. കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുമ്പോൾ ഇത്തരം കേസുകളിൽ ഭരണകക്ഷിയുടെയോ പ്രതിപക്ഷ കക്ഷിയുടെയോ പ്രാദേശിക നേതാക്കൾക്കും അണികൾക്കും തുടക്കത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സംരക്ഷണം ലഭിച്ചേക്കാം. എന്നാൽ നിയമത്തിൻ്റെ കുരുക്ക് മുറുകുമ്പോൾ ഈ സംരക്ഷണം എത്രത്തോളം ഫലപ്രദമാകുമെന്നത് ചോദ്യചിഹ്നമാണ്. ബംഗാളിൽ മമതാ ബാനർജി സർക്കാർ ഷാജഹാൻ ഷെയ്ഖിനെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും കോടതികളുടെ കർശന നിലപാടുകൾക്ക് മുന്നിൽ അവർക്ക് ഒടുവിൽ കീഴടങ്ങേണ്ടി വരികയും പ്രതിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വരികയും ചെയ്തു. സമാനമായ രീതിയിൽ തിരുവനന്തപുരത്തെ പ്രതികൾക്കെതിരെയും ശക്തമായ ഡിജിറ്റൽ തെളിവുകളും ദൃശ്യങ്ങളും ഇഡിയുടെ പക്കലുണ്ട്.
അവരത് കോടതിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ ജാമ്യം ലഭിക്കുക എന്നത് കഠിനമായിരിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പോലെയുള്ള കർശനമായ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന EDയെ ആക്രമിക്കുന്നത് വഴി പ്രതികൾ സ്വയം തങ്ങളുടെ മേലുള്ള നിയമക്കുരുക്ക് മുറുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം ആക്രമണങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാനും കൂടുതൽ കർശനമായ നടപടികളിലേക്ക് കടക്കാനും മാത്രമേ കാരണമാകൂ. ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുമ്പോൾ അവർ കൂടുതൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെയും ശക്തമായ തെളിവുകളോടെയും തിരിച്ചടിക്കാനാണ് സാധ്യത. രാഷ്ട്രീയ പ്രകോപനങ്ങൾക്ക് വഴങ്ങി കേന്ദ്ര ഏജൻസികളെ കായികമായി നേരിടാനിറങ്ങുന്ന CPM ഗുണ്ടകൾ ഓർക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്: അധികാരത്തിൻ്റെ തണൽ താൽക്കാലികം മാത്രമാണ്. നിയമവ്യവസ്ഥ കയ്യിലെടുക്കുന്നവർക്ക് ഒടുവിൽ കോടതികളുടെയും കേന്ദ്ര നിയമങ്ങളുടെയും മുന്നിൽ വിചാരണ നേരിടേണ്ടി വരും. ബംഗാളിലെ സംഭവം നൽകുന്ന പാഠവും ഇത് തന്നെയാണ്. എത്ര വലിയ രാഷ്ട്രീയ പിൻബലമുള്ള നേതാവാണെങ്കിലും രാജ്യത്തെ പരമോന്നത നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചാൽ ഒടുവിൽ ജയിലിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ പ്രതാപമെല്ലാം നഷ്ടപ്പെട്ട് കഴിയേണ്ടി വരും. അതിനാൽ തിരുവനന്തപുരത്തെ പ്രതികൾക്കും നിയമത്തിൻ്റെ വഴിയിലൂടെ സമാനമായ കടുത്ത അനുഭവങ്ങൾ തന്നെയായിരിക്കും ഭാവിയിൽ നേരിടേണ്ടി വരിക. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സ്വന്തം അണികളെയും നേതാക്കളെയും സംരക്ഷിക്കുവാൻ CPM നടത്തുന്ന ശ്രമങ്ങൾക്ക് ഭരണഘടനാപരമായ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ വലിയ പരിമിതികളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രാദേശിക തലത്തിൽ പ്രതികൾക്ക് താൽക്കാലികമായ ആശ്വാസം നൽകുവാൻ പാർട്ടിക്ക് കഴിഞ്ഞേക്കുമെങ്കിലും കേന്ദ്ര ഏജൻസികളുടെയും കോടതികളുടെയും കർശനമായ നിലപാടുകൾക്ക് മുന്നിൽ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ ഒടുവിൽ പരാജയപ്പെടാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോഴും പിണറായിയുടെ അടികളന്മാരായ പോലീസിനെ ഉപയോഗിച്ച് കേസ് ഒതുക്കി തീർക്കാനോ വകുപ്പുകൾ ലഘൂകരിച്ച് പ്രതികൾക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാനോ ഉള്ള സാഹചര്യം ഒരുക്കുവാനോ പ്രതിപക്ഷത്തിനോ ഭരണകക്ഷിക്കോ സാധിച്ചേക്കാം. കേസ് രാഷ്ട്രീയ പ്രതികാരമാണെന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങളിലൂടെയും ജനങ്ങൾക്കിടയിലും വലിയ പ്രചാരണം നടത്തുക എന്നിവയൊക്കെ പാർട്ടിയുടെ സ്ഥിരം പ്രതിരോധ ശൈലിയാണ്. എന്നാൽ ഇത്തരം തന്ത്രങ്ങൾ കേവലം രാഷ്ട്രീയ മണ്ഡലത്തിൽ മാത്രമാണ് ചലനമുണ്ടാക്കുക. ഒരു കോടതി മുറിയിൽ ഇവയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. കേന്ദ്ര ഏജൻസിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരെ കായികമായി ആക്രമിക്കുകയും ചെയ്ത കേസിൽ ED അത്ര എളുപ്പത്തിൽ പിന്നോട്ട് പോകില്ല. സംസ്ഥാന പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയോ പ്രതികളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്താൽ EDക്ക് നേരിട്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാം. സന്ദേശ് ഖലിയിൽ നമ്മൾ കണ്ടതുപോലെ കോടതി നേരിട്ടിടപെട്ട് കേസ് CBIക്ക് വിടുകയോ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ കർശന നിർദ്ദേശം നൽകുകയോ ചെയ്താൽ സംസ്ഥാന സർക്കാരിനോ പോലീസിനോ പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കോടതികളുടെ മേൽനോട്ടത്തിലേക്ക് കേസ് മാറുന്നതോടെ CPMൻ്റെ രാഷ്ട്രീയ സ്വാധീനം പൂർണ്ണമായും നിഷ്പ്രഭമാകും. കൂടാതെ ആക്രമണത്തിൻ്റെ ഡിജിറ്റൽ തെളിവുകളും ദൃശ്യങ്ങളും ലഭ്യമാണ്. അത് പ്രതികൾക്ക് നിയമത്തിൽ നിന്ന് ഒളിച്ചോടുക അസാധ്യമാക്കി തീർക്കും. കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിക്കുന്ന ഇത്തരം പ്രവണതകളോട് കോടതികൾ സാധാരണയായി കടുത്ത നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. മുൻകാലങ്ങളിൽ പല പ്രമുഖ നേതാക്കളെയും സംരക്ഷിക്കുവാൻ പാർട്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കോടതി ഉത്തരവുകൾക്ക് മുന്നിൽ ഒടുവിൽ കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട്. നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് ഭരണകൂടത്തിൻ്റെയോ പാർട്ടിയുടെയോ തണലിൽ ക്രിമിനൽ കുറ്റവാളികളെ എന്നേക്കുമായി സംരക്ഷിച്ചു നിർത്താമെന്ന CPMൻ്റെ കണക്കുകൂട്ടലുകൾക്ക് അതിനാൽ തന്നെ വലിയ ആയുസമുണ്ടാകില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.